മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ഒരാള് ബാപ്പയോട് ഉമ്മയോട് ഗുണം ചെയ്യുക, നന്മകൾ ചെയ്യുക. മാഷാ അല്ലാഹ്, ഒരാൾ എത്ര വലിയ ഉന്നതമായ പദവിയിലേക്ക് ഉയർന്നാലും, എത്ര വലിയ സ്ഥാനത്തേക്ക് ഉയർന്നാലും ബാപ്പയുടെ സർട്ടിഫിക്കറ്റ്, ഉമ്മയുടെ സർട്ടിഫിക്കറ്റ് എപ്പോഴും നേടിയെടുക്കണം. അത് ഉണ്ടായാലേ ലോകത്ത് വിജയിക്കാൻ കഴിയും. ബാപ്പയുടെയും ഉമ്മയുടെയും സർട്ടിഫിക്കറ്റ് നേടുക. ഉമ്മയെ, ബാപ്പയെ അവരോട് ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ, ആദരവോടുകൂടെ, സ്നേഹത്തോടുകൂടെ അവരെ സമീപിക്കുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അല്ലാഹു തആലാനോട് ചോദിച്ചു, യാ റബ്ബ്, അല്ലാഹുവേ, ഔസ്നി, എന്നോട് എന്തെങ്കിലും ഒരു വാല് പറഞ്ഞുകൊണ്ടാണ്, ഒരു ഉപദേശം കൊണ്ടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് അല്ലാഹു തആല ഉപദേശം കൊടുക്കുകയാണ്. ഖാല ഊസീക ബി ഉമ്മിക. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നത് നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ നല്ലോണം പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക. അപ്പോൾ മൂസാൻ വെച്ച്, പഠിച്ചവനെ, ഇനിയും നീ ഇനിയും കൊണ്ടുപോയത് എന്നെന്താണ്? വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, ഔസിനി എന്ന് പറഞ്ഞപ്പോൾ ഊസീകയാ മൂസ ബി ഉമ്മിക, ഉമ്മൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ 9 പ്രാവശ്യം അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞത്, ഉമ്മനോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ഉമ്മയെ നിങ്ങൾ സ്നേഹിക്കുക, ഉമ്മയോട് ബഹുമാനത്തോടുകൂടെ പെരുമാറുക. 10ാമത്തെ വന്നപ്പോൾ ഇനി എന്താ റബ്ബേ? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ബി അബീക്, നിങ്ങളുടെ ബാപ്പക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുക, ബാപ്പയോട് നിങ്ങൾ സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടെ പെരുമാറുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, മൻ ബിർറ വാലിദൈ കുൻതു ലഹു വലിയം ഫിദ്ദുനിയാ. ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അവന് ഞാൻ ദുനിയാവിൽ തന്നെ അവന് ഞാൻ സംരക്ഷകനായിട്ടുണ്ടാകും. വഫിൽ ഖബരി മൂനിസാ, ഖബറിൽ ഒരു ഈനാസ് ഉണ്ടാവാൻ ഞാൻ അവിടെ ഉണ്ടാകും. മാതാപിതാക്കളെ ബഹുമാനിക്കുക. വഫിൽ ഹശ്രി റഹീമാ, മഹ്ശറയിലും ഉണ്ടാകും അല്ലാഹു തആല കാരുണ്യമായിട്ടുണ്ടാകും. മാതാപിതാക്കൾക്ക് ബഹുമാനം കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ വഅല സിറാത്തി ദലീലാ, സിറാത്തുൽ മുസ്തഖീമായ പാലത്തിലും ഞാൻ അവന് സംരക്ഷകനായിട്ടുണ്ടാകും. വഫിൽ ജന്നത്തി, സ്വർഗത്തിലുമുണ്ടാകും. അവന് എന്നോട് സംവദിക്കുവാനും എന്നോട് സംസാരിക്കുവാനും കഴിയുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ഉമ്മ ബാപ്പ എന്നതൊരു മഹാസംഭവമാണ് മുഅ്മിനീങ്ങളെ. അവരോട് ബഹുമാനത്തോടുകൂടെ പെരുമാറുക. ഉമ്മ ഒരു മഹാസംഭവമാണ്. ലോകത്ത് അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യന് സ്നേഹം നൽകുന്നത് അവൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെ ലോകം അത്ഭുതമാണ്. അവരുടെ സ്നേഹം അത്ഭുതമാണ്. വ്യാഖ്യാനങ്ങളില്ലാത്ത ലോകമാണ് അവരുടെ ലോകം. അവരോടുള്ള ബഹുമാനവും പൊരുത്തവും കിട്ടലാണ് മനുഷ്യജീവിതത്തിൻ്റെ സുപ്രധാനമായ രംഗം. ഒരാൾക്ക് എത്ര ഉയരാൻ കഴിഞ്ഞോ ആ ഉയർച്ചയിലൊക്കെയും ബാപ്പൻ്റെയും ഉമ്മൻ്റെയും ദുആ വേണം. എത്ര വലിയ സ്ഥാനത്തെത്തിയാലും അവരുടെ കുരുത്തക്കേട് വാങ്ങിയാൽ പിന്നെ അല്ലാഹു തആല തരം താഴ്ത്തി.
അല്ലാഹു തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ നമ്മെ പോറ്റി വളർത്തിയത്. ഖുർആൻ ആരെങ്കിലും പറഞ്ഞില്ലേ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്. നബിയേ, വഖളാ റബ്ബുക, നബിയെ തങ്ങളുടെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് സുഹൃതങ്ങൾ ചെയ്യുക, മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യുക. വബിൽ വാലിദൈനി ഇഹ്സാനാ. ഖുർആൻ ലോകത്ത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് ഇത്രയേറെ പഠിപ്പിച്ച മറ്റൊരു മതവും ഇല്ല. വബിൽ വാലിദൈൻ, മാതാപിതാക്കളോട് അവർക്ക് ഇഹ്സാൻ, നന്മകൾ ചെയ്യുക, നല്ല വാക്ക് നല്ല പ്രവൃത്തി അവരോട്. പ്രായം ചെന്നാലും ഖുർആൻ ഇടപെടുന്നു, തുടർന്ന് കൊണ്ട് പറയുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രായം വന്ന് പ്രായാധിക്യം വന്നാൽ നിങ്ങൾ അവരോട് എങ്ങനെയാ ഇടപെടേണ്ടത്? വഖുല്ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ കുല്ലഹുമാ, അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടത് ഖൗലൻ കരീമാ, മാന്യമായ സംസാരം. അവരോട് വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞു പോവരുത്. പിന്നെ അവരോട് പറയേണ്ടത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നല്ല വാക്ക്, മാന്യമായ വാക്ക് അവരോട് പറയും. നല്ല സംസാരം. ഉമ്മൻ്റെ ഒരു വാക്ക്, ഒരു ദുആ കിട്ടിയാൽ മതി. വിജയിക്കുവാൻ പിന്നെ വേറൊന്നും വേണ്ട. പാപ്പൻ്റെ ഒരു തലോടൽ മതി. ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട വലിയ മഹാനാണ് സയ്യിദന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ. വലിയ മഹാനാണ്. തൻ്റെ വിജയത്തിൻ്റെ കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ധാരാളം കറാമത്ത് കാണിച്ച മഹാനാണ്. തങ്ങൾ പറയാണ്, ത്വലബത്തു ഉമ്മീ മാഉൻ, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് കുറച്ച് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മക്ക് വെള്ളവും നോക്കി. അന്ന് വെള്ളത്തിന് ദൗർബല്യമുള്ള സമയമാണ്. വെള്ളവും അന്വേഷിച്ച് ഞാൻ പോയി. കുറേ നടന്നു. ഞാൻ വെള്ളവുമായി തിരിച്ചു വന്നപ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ ഉറങ്ങുകയാണ്. ഫഖുംതു അൻതളിറു, ഞാൻ ഉമ്മയുടെ ഉറക്കം നോക്കി. ഉമ്മയെ ഞാൻ ഉണർത്തിയില്ല, അദബ് കേടാണെന്ന് മനസ്സിലാക്കി. ഞാൻ ആ വെള്ളത്തിൻ്റെ പാത്രവുമായി ഉമ്മയുടെ ചാര നിൽക്കുകയാണ്. സമയം ഒരുപാട് കഴിഞ്ഞു, നല്ല തണുപ്പ് വന്നു. കുറേ നേരം കഴിഞ്ഞു. ഉമ്മ ഉറക്കിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാനിങ്ങനെ വെള്ളപ്പാത്രവുമായി ഉമ്മയുടെ ചാര നിൽക്കുകയാണ്. ഉമ്മ ഉറക്കുന്ന എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, ഐനൽ മാ, മോനെ വെള്ളം എവിടാ? അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പാത്രമെടുത്തുകൊണ്ട് ഉമ്മാക്ക് കൊടുക്കുന്നു. ഏത് സമയത്താണ്? വഖദ് കാന സാലൽ മാഉ വലാ അസ്ബഈ, ആ കൂജയിലൂടെ വെള്ളം എൻ്റെ കയ്യിലേക്ക് ഒഴുകുന്നുണ്ട്.
വെള്ളം സുബ്ഹാനല്ലാഹ് നല്ല തണുപ്പുള്ള ദിവസമായതുകൊണ്ട് കയ്യിൽ കുറേ നേരം പിടിച്ചവൻ്റെ കൈ സുബ്ഹാനല്ലാഹ് എൻ്റെ കൈ തണുത്തുകൊണ്ട് വിറങ്ങലിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഞാൻ ഉമ്മക്കത് കൊടുത്തപ്പോൾ ആ പാത്രത്തിൻ്റെ തട്ടിയിട്ട് എൻ്റെ വിരലിൽ രക്തം പൊടിഞ്ഞു. ഫലമ്മാഹത്തിൽ കൂസു സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു ഫസാലദ്ദമു. അപ്പോൾ അതാ രക്തം ഇങ്ങനെ എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. ഉമ്മ ചോദിച്ചു, മോനെ മാഹാദാ, എന്താണ് നിന്റെ കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞു പോകുന്നത്? ഫഅഖ്ബർതുഹാ, ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ നല്ല തണുപ്പുള്ള ദിവസമാണല്ലോ ഇത്. ഞാൻ വെള്ളവുമായി തിരിച്ചു വന്നപ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയതാണ്. ഉമ്മയെ ഉണർത്തൽ അദബുകേടാണെന്ന് മനസ്സിലാക്കി വെള്ളപ്പാത്രവുമായി ഞാനിങ്ങനെ നിന്നതാണ്. നല്ല തണുപ്പ് കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ തണുത്തു. അവിടെയൊന്ന് രക്തം പൊടിഞ്ഞതാണ് ഉമ്മ. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. അപ്പോഴാണ് ആ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ ഒരു പ്രത്യേകമായൊരു ദുആ വന്നുപോയി. ഉമ്മ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി റാദിയത്തുൻ അല്ലാഹുവേ, ഞാൻ എൻ്റെ ഈ മോനെ തൊട്ട് നല്ല തൃപ്തിയുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ മോനെ നീയും ഇഷ്ടപ്പെടണേ റബ്ബേ എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് ദുആ ചെയ്യുകയാണ്. ആ ദുആ അങ്ങ് ചെയ്തു. മാഷാ അല്ലാഹ്. കാരണത്താൽ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തങ്ങൾ ഉമ്മയുടെ ദുആ കിട്ടിയ കാരണത്താൽ എത്രയോ ഉന്നതമായ ഔലിയാക്കളുടെ പദവിയിലേക്ക് ഉയർന്നുപോയി. എല്ലാ മഹാന്മാരും അങ്ങനെയാണ്. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുക, വാപ്പക്ക് ഖിദ്മത്ത് ചെയ്യുക ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ കുരുത്തവും, കാരണം ദുആഉൽ വാലിദി ലി വലദിഹി കദുആഇൽ അംബിയാഇ ലി ഉമ്മത്തിഹി നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന. ഒന്ന് ഓതാൻ പോവുകയാണ്, ബിസിനസ്സിലേക്ക് പോവുകയാണ്, കച്ചവടത്തിന് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ്, ഉംറയ്ക്ക് പോവുകയാണ്, മൈസൂര് പോവുകയാണ്, ഊട്ടി പോവുകയാണ്. ആദ്യം കാണേണ്ടതും കൈപിടിക്കേണ്ടതും സ്വന്തം പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ. പാപ്പനോടും ഉമ്മനോടും പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ കൈ പിടിക്കുക, എന്നിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് ചുംബനം ചെയ്യുക. അത് സുന്നത്താണ് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ പല ആളുകളെയും കൈപിടിച്ച് ചുംബിക്കാറുണ്ട്, പക്ഷേ സ്വന്തം ബാപ്പൻ്റെയോ സ്വന്തം ഉമ്മൻ്റെയോ ഒന്നും ഉണ്ടാവില്ല. ആദ്യം വേണ്ടത് ഉമ്മൻ്റെയും ബാപ്പൻ്റെയും സർട്ടിഫിക്കറ്റാണ്. അതാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ചരിത്രം സൃഷ്ടിച്ച മഹാനാണ്. ധാരാളം ത്യാഗങ്ങൾ സഹിച്ച മഹാനാണ്. ഒരുപാട് അനുഭവജ്ഞാനമുള്ള മഹാനാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഒരു ദിവസം അന്താക്കിയിലേക്ക് നിന്ന് ഷാമിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഒരു യാത്ര, നമ്മളൊരു യാത്ര പോകണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മമ്പുറം, ഒന്ന് പൊന്നാനി, ഒന്ന് വെളിയങ്കോട്, ഒന്ന് അജ്മീർ. നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോകണം. മഹാന്മാരെ തേടിയിട്ടൊരു യാത്ര വളരെ നല്ലതാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മിസ്റിലൊന്ന് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഗ്ദാദിലൊന്ന് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിപാടി കേൾക്കുന്ന, വീക്ഷിക്കുന്ന എല്ലാവർക്കും ബഗ്ദാദിലൊന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫലസ്തീനിലൊന്ന് പോകണം. ബൈത്തുൽ മുഖദ്ദസ് ഒന്ന് കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് അന്താക്കിയിൽ നിന്നുകൊണ്ട് ഷാമിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചു.
നോക്കുമ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടണല്ലോ, എങ്ങനെയാ പോകുക എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക, എങ്ങനെ പോകും? അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബിയോടൊരു മെസ്സേജ് അയച്ചു, തങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? വേണ്ട, തങ്ങളൊരു കാര്യം ചെയ്തോ, തങ്ങളാ കാണുന്ന മലയില്ലേ, ആ മലയുടെ മുകൾ ഭാഗത്തേക്കൊന്ന് കയറിക്കോ. അല്ലാഹു തആല പറഞ്ഞു, ആ മലൻ്റെ മുകളിൽ കയറിയേക്ക് പരിഹാരം ഉണ്ടാവും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ആ മലയുടെ മുകൾ ഭാഗത്ത് കയറിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പോണ്ടൊരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഒരാളിങ്ങനെ നിസ്കരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ അദ്ദേഹത്തിന് നിസ്കാരം കണ്ട് അവിടെ നിന്നു. നിസ്കാരം അവസാനിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ യാ അബ്ദല്ലാഹ് ഉരീദു ശൈഅൻ അർകബുഹു, മൂസാ നബി സ്വലാത്തു വസ്സലാം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ യാത്ര പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് വാഹനം? വാഹനം ആവശ്യമാണല്ലോ. പറഞ്ഞു തീരുമ്പോഴേക്ക് ഈ മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഈ മനുഷ്യൻ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ടൊരു ദുആയാണ്, എന്നിട്ട് മേഘത്തോട് പറഞ്ഞു, മേഘങ്ങളെ നിങ്ങൾ ഈ മൂസാ നബിയെ നിങ്ങൾ എവിടെയാണോ പോവേണ്ടത് അവിടേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. മേഘത്തിനോട് പറഞ്ഞു തീരുമ്പോഴേക്ക് കാർമേഘം ഇങ്ങനെ വന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ആ മേഘത്തേക്ക് മൂസാ നബിയെയും കൂട്ടി ആ മേഘം ഇങ്ങനെ യാത്രയാണ്. അപ്പോൾ അല്ലാഹു തആല മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നബിയെ, നിങ്ങൾക്കൊരാൾ ദുആ ചെയ്തു തന്നല്ലോ, മേഘത്തിനെ സെറ്റപ്പാക്കി തന്നല്ലോ, അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? മൂസാ നബിയെ, അത്തദ്രീ ബിഅയ്യി ശൈഇൻ അഅതൈതുഹു ഹാദിഹിൽ മൻസില, ഈ ഒരു സ്ഥാനത്തേക്ക് ഉയരാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ? ഖാല ലാ, എന്താ റബ്ബി അറിയില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്ന, സഅൽതു ഉമ്മുഹു ഹാജത്തുൻ ഇൻദ വഫാതിയ, ആ മനുഷ്യനൊരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മയോട് വല്ലാത്ത അനുകമ്പവും സ്നേഹവും കരുണയുമുള്ള ആളാണ് ഇയാൾ. അങ്ങനെ ഒരു ദിവസം വഫാത്തിനോടടുത്ത സമയം ഒരു പ്രത്യേകമായ ഹാജത്ത് പറഞ്ഞു, ഒരു ഉദ്ദേശം പറഞ്ഞു. ആ ഉദ്ദേശം ഇയാളങ്ങ് പൂർത്തീകരിച്ചു കൊടുത്തുപോയി. അപ്പോൾ ആ ഉമ്മൻ്റെ ഒരു ദുആയുണ്ടേ, അല്ലാഹുവേ, എൻ്റെ മകൻ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു, എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ, എൻ്റെ ഈ പ്രിയപ്പെട്ട മകൻ്റെ എല്ലാ ഹാജത്തുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. ആ ഉമ്മൻ്റെ ദുആ, ഉമ്മമാരെ ദുആക്ക് ഭയങ്കര പവറാണ് മുഅ്മിനീങ്ങളെ. ഉമ്മമാരെ ദുആ എപ്പോഴും വാങ്ങണം. അവർ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൽ അംബിയാഇ ലിഉമ്മതി, മാതാപിതാക്കൾ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന, അത് അമ്പിയാക്കന്മാർ തൻ്റെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന പോലെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എപ്പോഴും ഉമ്മമാരുടെ ദുആ, ബാപ്പൻ്റെ ദുആ ഉണ്ടാവണം. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂ ഇസ്ഹാഖ് തങ്ങളെ, ഉസ്താദേ, ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. റഅയ്തുക്കൽ ബാരിഹത ഫിൽ മനാം, ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടല്ലോ.
എങ്ങനെയാണ് നിങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത്? വകാനത് ലഹ്യതുക, നിങ്ങളുടെ മനോഹരമായ താടി, ആ താടി നല്ല മുത്തിനാലും രത്നങ്ങളാലും അലങ്കരിച്ചതായിട്ടും പ്രശോഭിതമായ മുഖമായിട്ടും ഇന്നലെ ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തങ്ങളെ. അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്താ? ഫഖാല, തങ്ങൾ പറഞ്ഞു, അബൂ ഇസ്ഹാഖ് തങ്ങൾ പറഞ്ഞു, സദഖ്ത, നീ മോനെ നീ പറഞ്ഞ സത്യമാണ്. ഞാൻ ലിഅന്നഹു മസഹ്തു ബിഹൽ ബാരിഹ ഖദമ ഉമ്മീ, ഇന്നലെ ഞാൻ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ, എൻ്റെ ഉമ്മാക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്യുമ്പോൾ എൻ്റെ ഈ താടി കൊണ്ട് ഞാൻ അവിടെ ഉമ്മൻ്റെ കാൽപാദം കൊണ്ടൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട്. അപ്പോ വലിയ സംഭവ, ഉമ്മാൻ്റെ കാൽ ചുവടെയാണ് സ്വർഗമെന്ന് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഉമ്മമാരെ ദുആ നമ്മൾ എപ്പോഴും വാങ്ങുക. ഞാൻ ഏത് പരിപാടിക്ക് പോകുമ്പോഴും എൻ്റെ ഉമ്മയുടെ എൻ്റെ ഉപ്പയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ചുംബിച്ചിട്ടല്ലാതെ ഒരു പരിപാടിക്കും ഞാൻ പോവാറില്ല. ഉമ്മൻ്റെ വഫാത്തിൻ്റെ ആ ദിവസം വരെ പ്രിയപ്പെട്ട ഉമ്മായുടെ കൈപിടിച്ചുകൊണ്ട് ചുംബനം ചെയ്യും. എന്നിട്ട് ഉമ്മമാർ ദുആ ചെയ്യാൻ പറയും. ദുആരിക്കാൻ നമ്മൾ ആദ്യം പറയേണ്ടത് ഉമ്മനോട് തന്നെ, വെച്ച് ദുആരിക്കണം എന്ന് പറയാം. അപ്പോൾ അവരുടെ ഒരു മനസ്സറിൻ്റെ ദുആ, മാതാപിതാക്കളുടെ ദുആക്ക് ഭയങ്കര പവറാണ്. അവരുടെ ദുആ നമ്മൾ പിടിച്ചു പറ്റണം. അർഹമുർ-റഹീമായ റബ്ബ് നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് അല്ലാഹു തആല റാഹത്തും സന്തോഷവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യമുള്ള ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ലോകം അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഉമ്മമാർ ലോകം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അവരുടെ ലോകം. എല്ലാ ദിവസവും ഉമ്മയും ബാപ്പയും നമ്മുടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട്, ഇപ്പം നമ്മൾ ഫാമിലി ടൂർ എന്ന് പറഞ്ഞാൽ പലരും ഫാമിലി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് ഭാര്യയും മക്കളെന്നാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിക്ക് ഉമ്മയും ബാപ്പയാണ്. ഫാമിലി ടൂറൊക്കെ ഉണ്ടാകുമ്പോൾ, സിയാറത്തിനൊക്കെ പോകുമ്പോൾ ആദ്യം മുമ്പിൽ അമീറായിട്ട് ബാപ്പനെ വെക്കുക. ബാപ്പനെ പോലെ ലോകത്ത് വേറൊരു അമീറും ഉണ്ടാവില്ല. അവനവൻ്റെ സ്വന്തം ബാപ്പ, സ്വന്തം ഉമ്മ ഓലെ സ്ഥാനത്താണ് നിർത്തിയിട്ട് അവരെയും കൂട്ടിയിട്ടാണ് സിയാറത്ത്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ഗൾഫിലൊക്കെ പോയാലേ, പ്രവാസികൾക്ക് പല ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാലേ ഓള് ഭാര്യ മക്കൾ, അങ്ങനെയല്ല. ഫാമിലി എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പ, പിന്നെ ഭാര്യ മക്കള്, വല്യമ്മ വല്യപ്പ, മൂത്തമ്മ ഇളയമ്മ ഒക്കെ ഫാമിലി തന്നെ. ഫാമിലി വിശാലമായിട്ടാണ് വേണ്ടത്. അപ്പോൾ അവരെ കൂട്ടിപ്പിടിക്കുക. അവരുടെ ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഉമ്മമാരുടെ ദുആക്ക് വല്ലാത്ത പവറാണ്. നിഷ്കളങ്കമായ ദുആയാണ് അവരുടെ ദുആ. അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ അങ്ങോട്ടും ദുആ ചെയ്യണം. ഖുർആൻ തുടർന്ന് കൊണ്ട് പറഞ്ഞില്ലേ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. വഖുൽ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബിർഹംഹുമാ, അല്ലാഹുവേ എൻ്റെ ബാപ്പയോട് എൻ്റെ ഉമ്മയോട് റഹ്മത്ത് നീ ചൊരിയണേ റബ്ബേ. കമാ റബ്ബയാനീ സഗീറാ. ചെറുപ്പത്തിൽ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് അവർ. ആ ത്യാഗങ്ങൾ അത് നീ റഹ്മത്ത് ചൊരിഞ്ഞിട്ടുണ്ട് നമ്മളോട്. അവരും അതുപോലെ തന്നെ നീ കൊടുക്കും. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളെ ബാപ്പക്ക് ഞങ്ങളെ ഉമ്മക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മാഷാ അല്ലാഹ്. കാരണം അവരുടെ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട്.
എന്താ കഴിഞ്ഞ കൊറോണ കാലത്ത് വാട്സപ്പിൽ ഒരുപാട് ആൾക്കാർ ഒരു മെസ്സേജ് ഇവിടുന്ന് പോകും. ഒരു മെസ്സേജിനെ വല്ലാതെ ആകർഷിച്ചു, അത്ഭുതപ്പെടുത്തി. നല്ല ഫിറ്റായ വാക്കുകളാണത്. ഒന്ന് വായിക്കാം ഞാൻ. സുബഹിക്ക് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. സുബഹിക്ക് മുമ്പേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. തുടർന്ന് വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കിത് ഇഷ്ടമില്ലെന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. എല്ലാവരും എന്നെ ആകർഷിച്ചു. ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച്. ഈ ഉമ്മ എന്ത് പറയാ, ഭക്ഷണം കഴിയാതെ വന്നു. വിളമ്പിക്കൊടുത്ത തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കിത് ഇഷ്ടമില്ലെന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. വല്ലാതെ സന്തോഷം. തുടർന്നുള്ള വരി വീണ്ടും അത്ഭുതപ്പെടുത്തുക. പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു പ്രണയം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു പ്രണയം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. ഓരോ പ്രണയവും അങ്ങനെയാണ്. അള്ളാഹുവിനോട്, റസൂലിനോട്, ബാപ്പയോട്, ഉമ്മയോട്, എല്ലാത്തിനോടുമുള്ള സ്നേഹം ഉമ്മയിൽ നിന്ന് കിട്ടുകയാണ്. ബാപ്പ കയറി വരുമ്പോൾ ഉമ്മ പറയാണ്, മോനെ ബാപ്പയാണ് വരുന്നത്, മോനെ എഴുന്നേറ്റ് നിൽക്കണേ എന്ന് പറയുന്ന ഉമ്മ. ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണേ എന്ന് പറയിപ്പിച്ച ഉമ്മ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മോനെ ബിസ്മി ചൊല്ലണമെന്ന് പഠിപ്പിച്ച ഉമ്മ. മോളെ ബിസ്മി ചൊല്ലണമെന്ന് പഠിപ്പിച്ച ഉമ്മ. ഇനിയോ മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ. ഉമ്മമാരെ ലോകം അത്ഭുതം തന്നെ. എങ്ങനെ? മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. വല്ലാതെ എന്നെ ആകർഷിച്ചു ആ പദങ്ങളും ആ വരികളും. തീർന്നില്ല. മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം, മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി അലാറം അടിക്കും മുന്നേ ഉണരുന്നൊരു ശരീരമുണ്ട് വീട്ടിൽ. ശരിയല്ലേ? നമ്മൾ എത്ര വഴുകിക്കിടന്നാലോ ആ പാവം ഉമ്മ നേരത്തെ എണീക്കാണ്. എൻ്റെ മോൾക്ക് ഭക്ഷണം, എൻ്റെ മോന് ഭക്ഷണം, എൻ്റെ ഭർത്താവിന് ഭക്ഷണം, എൻ്റെ മോളുടെ വസ്ത്രങ്ങൾ എല്ലാം ആലോചിച്ചുകൊണ്ട് കിടക്കുന്ന ഉമ്മ. ഇതുപോലെ ഒരു സ്നേഹം നമുക്ക് വേറെ കിട്ടാനുണ്ടോ? കഴിഞ്ഞില്ല. തുടർന്ന് പറയുന്നു, അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന്, അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് ഉമ്മ. 24 hours എന്ന് പറയാം. കുറഞ്ഞൊരു സമയം കിടക്കാമുള്ളൂ, ബാക്കി മുഴുവൻ സമയവും അടുക്കളയിലാണ്.
എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുങ്ങുകയാണ്. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു ലോകമാണ്. ഇനിയോ ഒന്നുകൂടും പറയാം. ഈ കവിത ഉണ്ടാക്കിയതാരായിരുന്നാലും എല്ലാതും മനസ്സിനെ സ്വാധീനിച്ചു. പുറത്തു പോയവർ വീടണയും വരെ, പുറത്തു പോയവർ വീടണയും വരെ, ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. ഓ, എന്താണ് ആ പദം! മോന് പോയതാണ്, മോൻ പഠിക്കാൻ പോയതാണ്, മോൻ ഓതാൻ പോയതാണ്, മോൻ ഗൾഫിൽ പോയതാണ്. സുബ്ഹാനല്ലാഹ്, അത് വരുന്നത് വരെ സന്തോഷത്തോടുകൂടെ എൻ്റെ മോള്, എൻ്റെ മോന് എപ്പോൾ വരുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു വല്ലാത്തൊരു മനസ്സാണ് ഉമ്മ. അല്ലാഹ്, പുറത്തു പോയവർ വീടണയും വരെ, ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. ഓ, ഇനിയോ നെക്സ്റ്റ് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. പടച്ചോനോടുള്ള സ്വകാര്യം പറച്ചിലിൽ സ്വന്തം പേര് പറയാൻ മറന്നുപോയൊരു മഹിളാരത്നമുണ്ട് ഉമ്മ. എങ്ങനെ? പടച്ചവനോടുള്ള സ്വകാര്യം പറച്ചിലിൽ സ്വന്തം പേര് എനിക്ക് എന്ന് ഓർമ്മയില്ല. എൻ്റെ മോൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ മോന്, എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന അത്ഭുതമാണ് ഉമ്മ, അനുഗ്രഹമാണ് ഉമ്മ. സ്വന്തം കാര്യം മറന്നുപോവുകയാണ്. ഈ ഉമ്മയെ എങ്ങനെയാണ് സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുവിടുന്നത്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വൃദ്ധസദനങ്ങൾ കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നവർ കൂടുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് സാധിക്കുന്നത്? പെറ്റ ഉമ്മയെ, സ്വന്തം ബാപ്പയെ, സ്വന്തം അച്ഛനെ, സ്വന്തം അമ്മയെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയിടുന്നവർ, അവർ വിദ്യാഭ്യാസമുള്ളതൊന്നും ഇല്ലാത്തതൊന്നുമല്ല. വലിയ വലിയ ഡിഗ്രികളും വലിയ വലിയ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നവർ സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ, സ്വന്തം ഉമ്മയെ, സ്വന്തം ബാപ്പയെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനോടുള്ള സ്വകാര്യം പറച്ചിലിൽ സ്വന്തം പേര് പറയാൻ മറന്നുപോയ ഒരു മഹിളാ രക്തമാണ് ഉമ്മ. ഇനിയോ സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിക്കാതെ, സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിക്കാതെ പോയ ഒരു മദർ തെരേസയുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. ഉമ്മാൻ്റെ ലോകം അത്ഭുതമാണ്. തീർന്നില്ല. പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലാവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവനുണ്ട് വീട്ടിൽ. എന്താ? മറ്റുള്ളവരെ പരിപോഷിപ്പിക്കലാണ് ഉമ്മ. സ്വന്തം ഓർമ്മയില്ല. സ്വയം ശ്രദ്ധിക്കാൻ മറന്നു മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായൊരു നനഞ്ഞ ജീവനുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ.
മാഷാ അല്ലാഹ്. അവസാനത്തെ ഒരു വരി എന്നെ വല്ലാതെ ആകർഷിച്ചു. ഭംഗിയില്ലാത്തോണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പുവെക്കാൻ ഉപ്പ വന്നാ മതി എന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. അതൊക്കെ കഴിഞ്ഞ് ഒരു രംഗമുണ്ട്. ഈ ഉമ്മയുടെ മനസ്സിൻ്റെ വേദനയല്ലേ. ഈ വേദന എപ്പം തുടങ്ങിയതാണ്? ഉമ്മ നമ്മളെ, എന്നെ, നിങ്ങളെ ഗർഭം ചുമന്ന സമയം മുതൽ, ടൈം മുതൽ വഹ്നൻ, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം, ടെൻഷൻ്റെ മേൽ ടെൻഷൻ അല്ലേ. നീണ്ട 9.5 വർഷക്കാലം 9.5 മാസക്കാലം ആ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ ചുമന്നുകൊണ്ട് ഒന്ന് വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വേണ്ടതുപോലെ കിടക്കാൻ കഴിയാതെ, വേണ്ടതുപോലെ ഉറങ്ങാൻ കഴിയാതെ 10 മാസക്കാലം നമ്മയും ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച ഉമ്മ. ഉമ്മയുടെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പഠിക്കേണ്ടതാണ് ഉമ്മയെ, അറിയേണ്ടതാണ് ഉമ്മയെ, വായിക്കേണ്ടതാണ് ഉമ്മയെ. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നുള്ളത് അല്ലാഹു തആല എടുത്തു പറയുമ്പോൾ, മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ, മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ. മകൻ ഗൾഫിലേക്ക് പോകുന്നു. മകളെ കെട്ടിച്ചയക്കുമ്പോൾ ഒരു കൂട്ടക്കരച്ചിൽ കേട്ടില്ലേ? അല്ലാ, അത് ഉമ്മക്ക് മാത്രം വശമുള്ളതാണ്. മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ. അതാണ് ഉമ്മ. മാഷാ അല്ലാഹ്. ഇനിയോ ആ കവി ലാസ്റ്റ് അവസാനിക്കുന്ന രംഗം പിടുത്തം പൊട്ടൊരു പദ. ഒടുവിലാ സാഗരം കളമൊഴിയുമ്പോൾ കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും, ഉമ്മയില്ലാത്തൊരു വീടേ അല്ല. ഒടുവിലാ സാഗരം കളമൊഴിയുമ്പോൾ കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും, ഉമ്മയില്ലാത്തൊരു വീടേ അല്ല. അല്ലാഹ്, വല്ലാത്തൊരു ലോകമാണ് ഉമ്മമാരുടെ ലോകം. അതുകൊണ്ട് നമ്മൾ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും, ഞാൻ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും എൻ്റെ ഉമ്മയുടെ ഹയാത്ത് കാലത്ത് ഉമ്മാൻ്റെ കൈപിടിച്ച്, മാതാപിതാക്കളുടെ കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. മുസാഫഹത്ത് മാത്രം പോരാ, അവരുടെ കൈപിടിച്ചുകൊണ്ട് ചുംബനം ചെയ്യലും സുന്നത്താണ്. മാത്രമല്ല, അവരുടെ മുഖത്തേക്ക് നോക്കൽ സുന്നത്തല്ലേ. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഇവരെ പോലെ നമ്മൾ സ്നേഹിക്കുന്നവരാരാണ്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ.
മാഷാ അല്ലാഹ്. ഉമ്മമാരെ അവരുടെ കുരുത്തവും വരുത്തവും. ഞാനിപ്പോൾ ഈ മജ്‌ലിസിലേക്ക് വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലാണ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈപിടിച്ചുകൊണ്ട് തലയിലൊന്ന് വെച്ചു, ഒന്ന് തടവിത്തരാൻ പറഞ്ഞു. അവിടെ നിന്നിങ്ങനെ തടവിത്തരുകയാണ്. ഞാൻ അവിടുത്തെ കാൽപാദമൊന്ന് മെല്ലെ മെല്ലെ തടവിക്കൊടുത്തു. കാരണം ഈ ബാപ്പയാരാൻ. നമ്മളൊക്കെ ചെറിയ പ്രായമായപ്പോൾ മുല കുടിക്കുന്ന സമയം നമ്മുടെ ചാര വന്നിരുന്ന് ആ ബാപ്പ നമ്മുടെ ചെറിയ കുഞ്ഞിക്കാലെടുത്തുകൊണ്ട് മുഖത്ത് വെച്ചു. ചുരുചുടാ ചുംബനം എന്നെ അർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പാ. അൽവാലിദു ഔസത്തു അബ്വാബുൽ ജന്ന. ബാപ്പ സ്വർഗത്തിൻ്റെ മധ്യത്തിലുള്ള കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ബാപ്പയോടുള്ള ബഹുമാനം, ഉമ്മയോടുള്ള ബഹുമാനം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ്? നബി തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ് മോനെ. പിന്നും ചോദിച്ചു ഇന്നവരാണ്, പിന്നെയും പറഞ്ഞു നിന്റെ ഉമ്മയോട്, മൂന്നാമതും നിന്റെ ഉമ്മയോട്, നാലാമത് നിന്റെ ബാപ്പയെന്ന് പഠിപ്പിച്ച തുല്യതയില്ലാത്ത നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കടപ്പാട് കൂടുതലാണ് അവരോട്. ബാപ്പക്ക് നല്ലോണം സ്നേഹം കൊടുക്കണം, അവരോട് എടുത്തു ചാടരുത്, നല്ല വാക്കുകൾ പറയുക, അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞു പോവരുത്. ലോകത്ത് ഉമ്മൻ്റെയും ബാപ്പൻ്റെയും കുരുത്തക്കേട് പറ്റിയത് ആരാണോ അവർക്ക് പിന്നെ വളരാനും ഉയരാനും കഴിഞ്ഞിട്ടില്ല. ചരിത്ര യാഥാർത്ഥ്യമാണ് അത്. സ്വഹാബിയാണെങ്കിലും അമ്പിയാക്കളോട് പോലും അങ്ങനെയാണ്. ഉമ്മനെയും ബാപ്പനെയും അനാദരിച്ചുകൊണ്ട് ഇസ്ലാം ഇല്ല. അതുതന്നെ. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് ഖിദ്മത്ത്, ഞങ്ങളിൽ മക്കളെല്ലാവരും ഉമ്മയുടെ ഖിദ്മത്തിലായി. കൂടുതലായി അവസരം കിട്ടിയപ്പോൾ സ്നേഹത്തോടൊരു വാക്ക്, അത് മതി നമുക്ക് വിജയിക്കുവാൻ. വഫാത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നല്ല സൂഫിയത്തായ ഉമ്മയായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഉമ്മാക്ക് ശൈഖുനാ സിയം വലിയുല്ലാഹിയുമായി വലിയ ബന്ധമായിരുന്നു. നല്ല സൂഫിയത്താണ് ഉമ്മ. സിയം വലിയുല്ലാഹിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നാൽ ഉമ്മയോട് സിയം വലിയുല്ലാഹി പറയൂ ബീവി എന്ന് പറയും. ഉമ്മച്ചി കുറച്ച് സംസാരിച്ചപ്പോൾ ഷെയ്ഖുനയോട് ഉമ്മ പറഞ്ഞു, ഷെയ്ഖുന ഒരുപാട് ആളുകൾ പുറത്ത് താഴത്ത് കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറയും. അപ്പോൾ ഷെയ്ഖുന പറയും, ബീവിയെ നിങ്ങൾ പോവല്ലേ, നിങ്ങൾക്ക് പോവാനായിട്ടില്ല, ഞാൻ പറയുന്നു. അത്രയും ബന്ധമായിരുന്നു. നല്ലോണം ധാരാളം ഖുർആൻ ഓതുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. ഞാൻ എൻ്റെ ഉമ്മയെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ ഓർക്കാം. സുബ്ഹാനല്ലാഹ്. വഫാത്തിൻ്റെ തലേന്ന് ഞങ്ങൾ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മക്കിഷ്ടം യാത്ര ഇഷ്ടമായിരുന്നു. പോകുന്ന വഴിയിൽ ചായ കുടിക്കണം, ചായ വാങ്ങിക്കൊടുക്കും. അതായത് ഉമ്മയുടെ ഒരു ദുആ മതി നമുക്ക്, അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ദുആ കിട്ടാൻ എന്തെല്ലാമാണോ അത് തന്നെ. വയനാട്ടിൽ പെങ്ങളെ വീട്ടിൽ പോയി മാഷാ അല്ലാഹ് തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ ഞങ്ങൾ ചായ കുടിച്ചു. ചുരമിറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മങ്ങനെ ബുറുദ ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിറ്റേന്ന് ഉമ്മയുടെ വഫാത്ത് എന്നെ അത്ഭുതപ്പെടുത്തി. ഉമ്മയുടെ വഫാത്ത് സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. ഒരു ഉച്ച സമയമായപ്പോൾ ഉമ്മക്ക് പ്രത്യേകമായ ക്ഷീണം വന്നു. ഉമ്മൻ്റെ അടുത്തെത്തി. ഉമ്മ
ഉമ്മ പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, കണ്ണ് പൂട്ടാൻ, കാല് റെഡിയാക്കാനൊക്കെ ധാരാളം ആളുകളുണ്ട്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. ഉമ്മ കിടക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോണങ്ങ് ചൊല്ലി. ഞാൻ ശ്രദ്ധിച്ചു, മോനെ എൻ്റെ കാലും കൈയൊക്കെ റെഡിയാക്കി വെക്കാൻ പ്രത്യേകം മഹാന്മാരുണ്ട് എന്നാണ് പറഞ്ഞു. നേരത്തെ അങ്ങ് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു, വഫാത്തിന് സമയത്ത് ഞാൻ എഴുത്തുണ്ട്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ കൈയും കാലുമൊക്കെ റെഡിയാക്കി വെക്കുന്നു, കണ്ണുകളൊക്കെ തന്നെ കൂടുന്നു, മുഖം വല്ലാത്തൊരു ലങ്കൽ വന്നു. അതിൻ്റെ ഒരു കാരണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉമ്മയും ഉമ്മയുടെ ബാപ്പക്കും ഖിദ്മത്ത് ചെയ്തു. അവർ രണ്ടുപേരും ദുആ ചെയ്തു, മോളെ മോളെവിടെയും കുഴങ്ങൂല. അപ്പം ഏതൊരു മഹാന്റെയും മഹദിയുടെയും ജീവിത വിജയത്തിൻ്റെ പിന്നിൽ ഉമ്മ ഉപ്പായുടെ ദുആ കരസ്ഥമാക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റൊക്കെ രക്ഷപ്പെടും. ബാപ്പനുടെയും ഉമ്മൻ്റെയും മുമ്പിൽ നമ്മൾ എപ്പോഴും മക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ പൊരുത്തവും പൊരുത്തമൊക്കെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഖബർ ലോകം സന്തോഷമാക്കി കൊടുക്കണേ റബ്ബേ. ഈ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ ഖബർ ലോകം നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, സന്തോഷത്തിലായി കൊടുക്കണേ റബ്ബേ. വല്ല കുറ്റങ്ങളോ തെറ്റുകളോ അവർക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മഹലായ ഫضല് കൊണ്ട് നീ അവർക്ക് അഫ്വ് ചെയ്യണേ റഹ്മാനെ. മാഷാ അല്ലാഹ്. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഉമ്മനെ പറ്റിയിട്ട് നമ്മുടെ കേരളത്തിൽ മലയാള ഭാഷയിൽ എത്രയോ കവിതകൾ വിരിഞ്ഞിട്ടുണ്ട്. ഉമ്മമാരുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഒരുപാട് കവിതകൾ വിരിഞ്ഞിട്ടുണ്ട്. നമുക്കെപ്പോഴും നമ്മുടെ മലയാള മനസ്സിൽ ഉമ്മമാരെ പറ്റി പറയുമ്പോൾ 1000 നാക്കുകളാണ്. ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തുമൊഴിയുള്ളിലുറച്ചോളീൻ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ, 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ, സ്വന്തം പെറ്റുമ്മയായിടുമോ. നെക്സ്റ്റ് വരി വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ്. താരാട്ടാൻ താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സ്നേഹക്കടലാണ്. വല്ലാത്തൊരു രസമാണ് ആ താരാട്ട്. എത്ര ടെൻഷനുണ്ടെങ്കിലും ഉമ്മാൻ്റെ ഒരു തലോടൽ ലോകത്ത് മറ്റൊരാൾക്കും ആ തലോടൽ കിട്ടിയിട്ടില്ല. പാപ്പയുടെ ഉമ്മയുടെ തലോടൽ. കാരണം അതിൽ എന്തില്ല, കളങ്കമില്ല. ഉമ്മയുടെ വാക്കിലോ മക്കൾക്ക് വേണ്ടിയുള്ള വാക്കിലോ ഒരു കളങ്കവുമില്ല. ഓർക്കുന്നു നമ്മൾ മുല കുടിക്കുന്ന പ്രായം, നമ്മളിൽ എന്തെല്ലാം വികൃതികളുണ്ടാകും കുട്ടികളിൽ. ആ വൃത്തികളുടെ മനഃശാസ്ത്രം, കുട്ടികളുടെ മനഃശാസ്ത്രം, കുട്ടികളുടെ സൈക്കോളജി ഏറ്റവും കൂടുതൽ ആർക്ക് അറിയാം? ഉമ്മക്ക് തന്നെയാണ്. അത് മറ്റൊരാൾക്കും അത് വശല്ല. അവൻ തൊട്ടിലേക്ക് കിടന്നങ്ങനെ പാടുന്നത്. രാത്രിയാണ് പാതിരാ സമയം, ഇരുളിൻ്റെ ചുരുളിൽ പാതിരാ സമയം, നിശയുടെ നിശബ്ദതയിൽ നമ്മൾ ഉമ്മയോടുകൂടെ കിടക്കുന്നൊരു സമയത്തിലേക്ക് മെല്ലെ നമുക്ക് പോകാം. നമ്മൾ മുല കുടിക്കുന്ന പ്രായമാണ്, ഉമ്മയോട് കൂടെയാണ്. പുറത്ത് നല്ല ശക്തമായ കാറ്റടിച്ച് വീശുന്നു, മഴയുണ്ട്. സുബ്ഹാനല്ലാഹ്, നല്ല തണുപ്പുള്ള സമയം.
സുബ്ഹാനല്ലാഹ്, നമ്മളതാ ഉമ്മയോട് കിടക്കുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിച്ചു. ഉമ്മാക്ക് ദേഷ്യമുണ്ടോ? നോ 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 നോ. ആ കിടക്കുന്ന വിരിപ്പിൽ വെച്ചുകൊണ്ട് നമ്മളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരായിരം ചുംബനങ്ങൾ തന്നിട്ട് എന്നെ നിങ്ങളെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നല്ല പുതപ്പിട്ടുകൊണ്ട് നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് പാല് തന്നുകൊണ്ട് നമ്മളെ താരാട്ട് പാടി ഉറക്കുന്ന ഉമ്മ, വേശ്യമില്ല, വാശിയില്ല, പോരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പൊന്നിൻ്റെ കുട്ടിയും വെള്ളിൻ്റെ തൊട്ടിലും അർശിൽ വെച്ചൊരു കുട്ടിയെ തൊട്ടിലേലിട്ടിട്ടാട്ടല്ലാഹ്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഒരുപാട് കവികൾ. എന്നിട്ടോ അത് കഴിഞ്ഞു വീണ്ടും നമ്മൾ വികൃതികളാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മ നമ്മെ ഉറക്കാൻ കിടന്നു. നേരം വെളുത്തപ്പോൾ നല്ല വിശപ്പുണ്ട് ഉമ്മാക്ക്. ഉമ്മ ചായ കുടിക്കാൻ കൈയിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത്, വിശപ്പോടിരിക്കുന്ന സമയത്താണ് തൊട്ടിലയിൽ നിന്നുകൊണ്ട് തൻ്റെ മോനിങ്ങനെ ആന്ന് കരയുമ്പോൾ ആ ഭക്ഷണം നമുക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് തൊട്ടിലയുടെ ചാര വന്നിട്ട് വീണ്ടും നമ്മൾ ഉറക്കുന്ന ഉമ്മ, സ്നേഹക്കടലാണ് ഉമ്മ, സഹനമാണ് ഉമ്മ, ത്യാഗമാണ് ഉമ്മ. വല്ലാത്തൊരു ലോകമാണ്. ഈ അടുക്ക് ഞാനൊരു ഡോക്ടറുമായി സംസാരിച്ചു. ഡോക്ടറുമായി അയാളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നപ്പോൾ ഒരു ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ഒരു ക്രിസ്ത്യൻസ് ആണ്. ഓരോരോ മതങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇസ്ലാം മതത്തിലെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു രംഗമുണ്ടത് 5 വക്തുള്ള പ്രാർത്ഥന. 5 വക്ത് നിസ്കാരത്തിന് ടൈം ഏതൊരു പള്ളിൻ്റെ ഭാഗത്തിൽ പോകുമ്പോഴും ആ സമയമാകുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് വരുന്ന രംഗം അതെനിക്ക് വലിയ കൗതുകം ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ ചർച്ച അങ്ങനെ തുടർന്നു. അദ്ദേഹം ഉമ്മ, അമ്മ തുടങ്ങിയ വാക്കുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമ്മമാരെ സ്നേഹം, അമ്മമാരെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ തുല്യതയില്ലാത്ത സ്നേഹമാണ്. ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ തൻ്റെ അമ്മയുടെ കഴുത്തറുത്തു, എന്നിട്ട് ആ തലയുമായി അദ്ദേഹം നടന്നു പോവുകയാണ്. അമ്മയുടെ തലയുമായി നടന്നു പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഈ മകൻ്റെ കാല് ഒരു കല്ലിനോട് കൂട്ടിമുട്ടി. കല്ലിനെ കൂട്ടിമുട്ടിയപ്പം ഈ മകന് വേദനിച്ചപ്പോൾ ആ അമ്മ ചോദിക്കുന്നൊരു ചോദ്യം, മോനെ കാല് വേദനിച്ചോ? ഇതാണ് അമ്മയുടെ സ്നേഹം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. മാഷാ അല്ലാഹ്, ഉമ്മമാരെ സ്നേഹം. അതുകൊണ്ട് എല്ലാവരും ഉമ്മമാരെ സ്നേഹം പിടിച്ചു പറ്റും.
ലോകത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ എവിടെയും പേടിക്കേണ്ടതില്ല. ഒരുപാട് കവിതകൾ ഉമ്മമാരെ പറ്റിയിട്ട് കേരളത്തിൽ വിരിഞ്ഞിട്ടുണ്ട്. ഉമ്മ 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 പ്രിയമാതാവേ ജീവിതമേൽമ മനസ്സിൽ എനിക്കെപ്പോഴും ഓർമ്മ. ഉമ്മ 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 ഉമ്മ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്കൊക്കെ റാഹത്തും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല റാഹത്തിലായി കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ലോകം അല്ലാഹു സന്തോഷത്തിലായിക്കട്ടെ. ഉമ്മമാരുടെ ലോകം, മരിച്ചുപോയവരുടെ ഖബർ ലോകം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായി 40 ദിവസം എല്ലാ ദിവസവും ഉമ്മൻ്റെ മക്ബറയിലേക്ക് ചെല്ലും, സലാം പറയും. അപ്പോൾ നമ്മൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉമ്മ ഇങ്ങോട്ട് നൽകുന്ന സ്നേഹമാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ നമുക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടും. അപ്പോൾ ഒരിക്കലും നമുക്ക് മാറ്റപ്പെടാൻ കഴിയില്ല. ഓരോ ദിവസവും ഉമ്മയില്ലാത്തൊരു ദിവസം, ഉമ്മക്കൊരു ഫാത്തിഹ ഓതാത്തൊരു ദിവസം. 7 വർഷമായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായിട്ട് ഒരു ദിവസം പോലും കിടന്നുപോയിട്ടില്ല. ഓർമ്മകൾ 1000 ഓർമ്മകൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും സന്താപങ്ങളും കടന്നു വരുമ്പോൾ ഓർമ്മ വരുന്ന ഓടി വരുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ഉമ്മ. ഉമ്മ എന്നുള്ളൊരു വിളി, മാഷാ അല്ലാഹ്. അതുപോലെ സ്നേഹം, സഹനം എല്ലാമാണല്ലോ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. കനീവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അല്ലാഹ് റഹ്മുർ-റഹീമായ റബ്ബ് അവരുടെയൊക്കെ ബർക്കത്തും റാഹത്തും സന്തോഷവും അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് റാഹത്തും സന്തോഷവും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. സർവജ്ഞപീഠം ഏറിയ ഒരു മഹാനായ മനുഷ്യനായിരുന്നല്ലോ ശ്രീ ശങ്കരൻ. ശ്രീ ശങ്കരനോട് ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട അമ്മ ചോദിച്ചു, മോനെ, നിന്നെ അമ്മ ഗർഭം ചുമന്നു, പെറ്റു, പോറ്റി, വളർത്തി, എന്താണത് നീ എനിക്ക് പകരം നൽകുക എന്ന് ചോദിച്ചു ശ്രീ ശങ്കരനോട്. അപ്പോ മകൻ ശ്രീ ശങ്കരൻ അമ്മയോട് ചോദിച്ചു, നൈരുച്യം തനുശോഷണം മലമൈശയ്യാച്ച സംവത്സരി. അമ്മ, നൈരുച്യം, എന്നെ ഗർഭം ചുമന്നപ്പോ ഭക്ഷണത്തോട് എന്തെങ്കിലും വൈശിഷ്ട്യം തോന്നിയിരുന്നോ? തനുശോഷണം, അത് കാരണമായി എന്തെങ്കിലും ശരീരം ശുഷ്കിച്ചു പോയിരുന്നോ അമ്മ? ഭക്ഷണം വേണ്ടതുപോലെ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അമ്മ? നൈരുച്യം തനുശോഷണം മലമയീശയ്യാച്ച സംവത്സരി. എൻ്റെ മലമൂത്ര വിസർജനങ്ങളെ ശയ്യയാക്കിയിട്ട് എത്രയോ കഴിഞ്ഞിരുന്നു അമ്മ എന്ന് ചോദിച്ചു.
വീണ്ടും അമ്മ ചോദിച്ചു, എന്ത് പകരം വെക്കാനുണ്ട്? നിന്നെ ഞാൻ പ്രസവിച്ചതിന്, പോറ്റിയതിന്, വളർത്തിയതിന് മോനെ നിനക്ക് എന്ത് പകരം വെക്കാനുണ്ട് ഈ ഭൂമിയിൽ? അവസാനം ശ്രീശങ്കരൻ ഉമ്മയുടെ മുമ്പിൽ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുമ്പിൽ എല്ലാം വണങ്ങി നിന്നോണം. ആ കവിതകൾ കേട്ട് കരഞ്ഞുകൊണ്ടാണ് ആര്യാമ്മ കണ്ണടച്ച് എന്നത്. സുബ്ഹാനല്ലാഹ്, ഉമ്മമാരെ ലോകം അത്ഭുതം തന്നെയാണ്. മദർ തെരേസയെ പറ്റി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. സ്നേഹമെല്ലാം ജയിക്കും, സ്നേഹമെല്ലാം പൊറുക്കുമെന്ന് ഈ ഭൂമിയിൽ പഠിപ്പിച്ച, മക്കളെ മാറോട് ചേർത്ത് പിടിച്ചൊരു മദർ തെരേസ. സുബ്ഹാനല്ലാഹ്, ഇന്ന് മാതാപിതാക്കൾ അവഗണിക്കുന്നതിൽ മിക്കവാറും നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടും സ്വന്തം ഉമ്മയോട്, സ്വന്തം ബാപ്പയോട് വെറുപ്പും വിദ്വേഷവുമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒരിക്കലും അരുത്. സുബ്ഹാനല്ലാഹ്, പറമ്പിന് വേണ്ടി, വസ്തുക്കൾക്ക് വേണ്ടി, പറമ്പ് കിട്ടാൻ വേണ്ടി, സ്വത്ത് തർക്കം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ബാപ്പയെ, സ്വന്തം ഉമ്മയെ അവഗണിച്ച് നടക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നത്. ഉമ്മയോടും ബാപ്പയോടും ദുആഉൽ വാലിദി ലിവലദി, മാതാപിതാക്കളുടെ ദുആ എപ്പോഴും നമ്മൾ സംവദിക്കും. ഇനി ഒരാൾക്ക് ബാപ്പയോട്, ഉമ്മയോട് എന്തെങ്കിലും ഒരു പിണങ്ങി നിന്ന്, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു മാഷാ അല്ലാഹ് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയാൽ സുബ്ഹാനല്ലാഹ്, അവരുടെ മക്ബറടുത്ത് ചെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അവർ സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യുക, അവരുടെ ബാപ്പൻ്റെ ഉമ്മൻ്റെ കൂട്ടുകാരന്മാർക്ക് നമ്മൾ പ്രത്യേകം റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ ബഹുമാനിക്കുക, അതൊക്കെ ചെയ്യുക എന്ന്. അപ്പോൾ പാപ്പൻ്റെ കൂട്ടുകാരെ കണ്ടാൽ നല്ല സ്നേഹവും ബഹുമാനവും കൊടുക്കണം. അങ്ങനെയാണ്. ഉമ്മൻ്റെ കൂട്ടുകാരത്തികൾ വന്നാൽ അവർക്ക് കൊടുക്കണം. അതുപോലെ ഉമ്മൻ്റെ എളാപ്പ, ഉമ്മൻ്റെ അഞ്ചത്തിമാർ, ഏട്ടത്തിമാർ, മൂത്തമ്മ, അവർക്കൊക്കെ വലിയ ബഹുമാനം കൊടുക്കണം. മാഷാ അല്ലാഹ്, അർഹമുറാഹിമായ റബ്ബ് അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, അവരൊക്കെ ആദരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ലോകത്ത് വിജയിച്ച എല്ലാ മഹാന്മാരും വിജയിച്ചത് ബാപ്പൻ്റെയും ഉമ്മൻ്റെയും ഗുരുത്വവും പൊരുത്തമാണ്. അതെല്ലോണം സമ്പാദിക്കുക, അതെല്ലോണം നമ്മൾ സമ്പാദിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾ പകൽ സമയം മുഴുക്കെ മഹാനവറുകൾ ഉമ്മയുടെ ഖിദ്മത്തിലാണ്. പകൽ സമയം മുഴുവനും ഉമ്മൻ്റെ ഖിദ്മത്തിലാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾ. രാത്രിയായാലോ ബഹുമാനപ്പെട്ടവർ ഉമ്മക്കുള്ള എല്ലാ ഖിദ്മത്തുകളും എല്ലാ സേവനങ്ങളും ചെയ്തുകൊണ്ട് രാത്രിയായാൽ ബഹുമാനപ്പെട്ട സയ്യിദന ഉവൈസുൽ ഖർനി തങ്ങൾ ചെറിയൊരു കുന്നുണ്ട് തൻ്റെ വീടിൻ്റെ അടുത്ത്. ആ കുന്നിൻ്റെ മുകളിൽ കയറുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഹാദാ യൗമുർ റുകൂൽ, ഇതെൻ്റെ റുക്കൂവിൻ്റെ ദിവസമാണ്. അന്ന് നേരം വെളുക്കുന്നതുവരെ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾ റുക്കൂയിലാണ്.
പിറ്റേന്ന് രാത്രിയായാൽ ബഹുമാനപ്പെട്ടവരതാ പകൽ സമയം തൻ്റെ ഉമ്മക്ക് ഹിദമത്തിലാണ്. രാത്രിയായാലോ മലയുടെ മുകൾ ഭാഗത്ത് കയറുകയാണ്. തങ്ങളിങ്ങനെ പറയുകയാണ്, ഹാദാ യൗമുസ്സുജൂദ്, ഇതെൻ്റെ സുജൂദിൻ്റെ ദിവസമാണ്. അന്ന് നേരം വെളുക്കുന്നത് വരെ ബഹുമാനപ്പെട്ടവർ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലാ, ഈ ഉമ്മത്തിലെ മലക്കുകളിൽക്കാളും വലിയ സ്ഥാനമുடைய ആളാണെന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരെ, നിങ്ങളാരെങ്കിലും ഉവൈസുൽ ഖർണി തങ്ങളെ കണ്ടുമുട്ടിയാൽ എൻ്റെ സലാമൊന്ന് പറയണേ. ഖാല റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുമാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉവൈസുൽ ഖർണി എന്ന ഹോജ. ഉമ്മൻ്റെ സേവനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമുണ്ട് ഉമ്മമാർക്ക് സേവനം ചെയ്യാൻ മുമ്പന്തിയിൽ. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. എല്ലാ മഹാന്മാരും അവരെ കൊണ്ട് വിജയം വെച്ചവർ.